പ്രാവൻകൂട് ഷാപ്പ്, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ശ്രീരാജ് ശ്രീനിവാസൻ. ശ്രീരാജ് ശ്രീനിവാസൻ ഒരു നവാഗത സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രതീക്ഷയോടെയും വളരെ ആകാംക്ഷയോടെയും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 കാരണങ്ങളാണ് ഇതിലുള്ളത്. എൻ്റെ പേഴ്സണലി എനിക്ക് 3 കാരണങ്ങളാണുള്ളത്. അതിൽ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന അൻവർ റഷീദാണ്. അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിലാണ് ഈ സിനിമ അനൗൺസ് ചെയ്യപ്പെട്ടത്. അപ്പം ഞാൻ നോക്കിയത് ആ സിനിമയിലെ ടെക്നിക്കൽ ടീമിനെയാണ്. അതായത് സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ സൗണ്ട് റെക്കോർഡിങ് കാര്യങ്ങളും ആയിക്കോട്ടെ, അതൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡും വളരെ പ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു മിനിമം ഗ്യാരണ്ടി എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. എസ്പെഷ്യലി ബേസിൽ, ചെമ്പൻ വിനോദ്, അതേപോലെ സൗബിൻ, ഇവർ 3 പേരും ട്രയോസ് ആയിട്ട് വരുമ്പോൾ അവരുടെ ആ ഒരു കോമ്പിനേഷൻ സീൻസും അവരുടെ കോമഡീസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരും എന്നുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ട്രെയിലറാണ്. അത്രയ്ക്ക് ബ്രില്യൻ്റ് ഒരു ട്രെയിലറായിരുന്നു. വളരെ നല്ല രീതിയിൽ ആ ട്രെയിലർ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കണ്ടിട്ട് അത്രയ്ക്ക് ഒരു ആൻറ്റിസിപ്പേഷൻ്റെ പുറത്താണ് ഞാൻ ആ സിനിമ ഫസ്റ്റ് ഡേ പോയി കണ്ടത്. പക്ഷേ ഒരു സിനിമ ആസ്വാദകൻ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് ഫുള്ളി സിനിമ ആസ് എ ഹോൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പക്ഷേ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഞാൻ ഷെയർ ചെയ്യാം. ഈ സിനിമയുടെ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമയുടെ മേക്കിംഗ് ആണ്. ബ്രില്യൻ്റ്, ഒന്നും പറയാനില്ല. ടെക്നിക്കൽ സൈഡ് പക്കയാണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പ്രതീക്ഷ എങ്ങനെയാണോ അതിനെ കടത്തി വെട്ടുന്ന രീതിയിലായിരുന്നു ഈ സിനിമയുടെ മേക്കിംഗ് ആൻഡ് ടെക്നിക്കൽ സൈഡ്. ഹാറ്റ്സ് ഓഫ് ടു ദി എൻ്റയർ ടീം, എസ്പെഷ്യലി ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഷൈജു ഖാലിദാണ്. പുള്ളി വളരെ നല്ല രീതിയിൽ, ഞാൻ ഈ അടുത്ത് കണ്ടത് വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുന്നായിട്ട് ഞാൻ പറയേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓരോ സീനുകൾക്കും പറ്റുന്ന രീതിയിൽ പക്ക ബ്ലെൻഡിങ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് ക്രെഡിറ്റ്സ് ഫുള്ള് കൊടുക്കേണ്ടത് വിഷ്ണു വിജയ്ക്കാണ്. ഒന്നും പറയാനില്ല, ബ്രില്യൻറ്റ്. അതേപോലെ ഈ സിനിമയുടെ ഓഡിയോഗ്രഫി അല്ലെങ്കിൽ സൗണ്ട് റെക്കോർഡിങ്ങും കാര്യങ്ങളും അതും മറ്റൊരു വിഷ്ണു എന്നാണ് അതിൻ്റെ പേര് ഞാൻ കണ്ടത്. ബ്രില്യൻറ്റ്, ഒന്നും പറയാനില്ല. അതുമാത്രമല്ല, നാലാമത്തേന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ എഡിറ്റിംഗ് ആസ് എ ഹോൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഷഫീഖ് മുഹമ്മദാണ്. ഒന്നും പറയാനില്ല, ബ്രില്യൻറ്റ്. ഇവർ 4 പേരുടെയും ട്രയോസ് അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ സൈഡ് ടോപ്പ് നോച്ചാണ് ഈ സിനിമ. ഇപ്പം ഇഫ് യു ആർ എ സിനിഫൈൽ ഹു ലവ്സ് വാച്ചിങ് ഓർ എക്സ്പീരിയൻസിങ് സച്ച് എ കൈൻഡ് ഓഫ് സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ ഓഡിയോഗ്രഫി, ഡെഫിനറ്റ്ലി തിയേറ്ററിൽ ഡോൾബി അറ്റ്മോസ് ഉള്ള നല്ല തിയേറ്ററിൽ പോയി കണ്ടോളൂ, ധൈര്യമായിട്ട് കണ്ടോളൂ. ആ സൈഡ് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. ഒന്നും പറയാനില്ല. എസ്പെഷ്യലി സിനിമ തുടങ്ങുന്ന സമയത്ത്, ഇപ്പം ഇത് പ്രാവൻകൂട് ഷാപ്പാണ്. അപ്പം ഷാപ്പ്, കള്ള്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഇതിൽ, ഷാപ്പിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ഒരു ത്രില്ലർ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലർ എലമെൻറ്റും ഉണ്ട്. പക്ഷേ ബേസിക്കലി ഇതൊരു ഷാപ്പാണ്. അപ്പോൾ ഷാപ്പിൽ സ്വാഭാവികമായിട്ടും കള്ളുണ്ടാവും. അപ്പോൾ ഈ കള്ള് ഒരു പന അല്ലെങ്കിൽ തെങ്ങിൻ്റെ മേളിൽ നിന്ന് ചെത്തി ഷാപ്പ് വരെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ആണ് ആദ്യത്തെ ഒരു ഇൻട്രോ ഈ ഓരോ ആർട്ടിസ്റ്റുകളുടെ പേരെഴുതി കാണിക്കുമ്പോൾ ആ ഇൻട്രോ ടൈറ്റിലിനോടൊപ്പം കാണിക്കുന്നത്. അപ്പം ആ ഒരു പാട്ട് അല്ലെങ്കിൽ ആ ഒരു പാട്ടിലൊരു സീൻസ് ചെയ്തു വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കള്ളു കുടിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഒരു ഗ്ലാസ് കള്ളു കുടിക്കാൻ തോന്നിപ്പോവും. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടാണ് അത് എടുത്തു വെച്ചിട്ടുള്ളത്. പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഷോർട്ട് സീക്വൻസ് ആയിരുന്നു ആ ഒരു സോങ്ങും ഇതും വരുന്നത്. പിന്നെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത് ഇൻ്റർവെല്ലിൻ്റെ സമയത്താണ്. അപ്പം അതങ്ങനെ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ചേസിങ് സീനുണ്ട്. ഇത്രയും നാച്ചുറലായിട്ട്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു ചേസിങ് സീൻ ഈ അടുത്തെങ്ങും ഞാൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ കണ്ടത് ടർബോയിലാണ് ഇത്തിരിയെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചേസിങ് സീൻ. പക്ഷേ അതിനേക്കാളും പക്ക നാച്ചുറലായിട്ടും പക്ക ഒരു കോംപ്ലിക്കേറ്റഡ് സാധനം ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ക്യാമറ വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, അത് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി എക്സ്ട്രീംലി ബ്രില്യൻ്റ്. ആ ഒരു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം ഈ ഒരു അവസരത്തിൽ ഞാൻ സ്പെഷ്യൽ അപ്ലോസ് കൊടുക്കുകയാണ്. ഒരു രക്ഷയില്ല. അതേപോലെ ഈ സിനിമയുടെ ചില സമയത്ത് ഓരോ ഇപ്പം പുല്ലുകൾക്കിടയിലൂടെ നടന്നു വരുന്ന ഷോട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തണുത്ത രാത്രിയിൽ നല്ല ഇളം കാറ്റിൽ ഒരു പഴയ മലയാളം പാട്ടിനിടയ്ക്ക് ഇങ്ങനെ ജനാലകൾ അടിക്കുന്ന ശബ്ദമൊക്കെ, ആ ഓഡിയോഗ്രഫി അതേപോലെ ആ ഷോട്ടുകളും ചെയ്തു വെച്ചേക്കുന്ന ഒരു രക്ഷയില്ല. പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. പക്ഷേ ഈ സിനിമയ്ക്ക് പാളിപ്പോയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എഴുത്തിലാണ്.
പലയിടത്തും പാളിപ്പോയത്. അതായത് ഇതൊരു കോമഡി ഒരു ബ്ലാക്ക് ഹ്യൂമറൊക്കെ കുത്തി നിറച്ചൊരു ത്രില്ലർ സിനിമയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ത്രില്ലിംഗ് ഫേസിലേക്ക് ഈ പറഞ്ഞ മ്യൂസിക്, ഈ പറഞ്ഞ ടെക്നിക്കൽ ടീം ഒരു ത്രില്ലിംഗ് ഫേസിലേക്ക് ഇങ്ങനെ നമ്മളെ കൊണ്ടുവരുന്ന സമയത്തായിരിക്കും ഇവിടെ ഒരു കോമഡി എടുത്തിട്ട് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവുക. കാരണം അതൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ തിയേറ്ററിൽ ഒരുപാട് ഫാമിലി ഓഡിയൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവർ ചിലർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോമഡിയാണ്. ബേസിലായാലും ആര് കൈകാര്യം ചെയ്താലും അതൊരു ലിമിറ്റിനപ്പുറം നിൽക്കില്ല. അപ്പം അങ്ങനെ ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സീൻ, അല്ലെങ്കിൽ ഭയങ്കര ഒരു നമ്മളിങ്ങനെ മുന്നേ കൊണ്ടുപോകുമ്പോഴായിരിക്കും ഈ കോമഡി വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ വീണ്ടും അത് ആ ടെക്നിക്കൽ ടീം അല്ലെങ്കിൽ അതിൻ്റെ സിനിമ മേക്ക് ചെയ്തേക്കുന്ന ആൾക്കാർ വീണ്ടും ഒന്നും കൂടി നമ്മളെ ഒന്ന് ആകാംക്ഷയോടെ കൊണ്ടുവരും, കോമഡി വരും, പോവും. അങ്ങനെയാണ്. അപ്പോൾ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ബേസിലിൻ്റെ ഞാൻ പ്രതീക്ഷിച്ച അത്രയും വന്നിട്ടില്ല. പക്ഷേ ബേസിൽ മാക്സിമം പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ ഈ റോള് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇമാതിരി കോമഡികളിലാണ് പുള്ളിക്ക് പാളിയിട്ടുള്ളത്. പക്ഷേ സൗബിൻ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. സൗബിൻ്റെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പെർഫോമൻസ് വൈസ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ചെമ്പൻ വിനോദിന് ഒരു സ്ക്രീൻ പ്രസൻസ് കുറവാണ്. പക്ഷേ ഉള്ള സ്പേസിൽ പുള്ളി നല്ല രീതിയിൽ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ നായിക ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരി പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായെന്ന് പേഴ്സണലി ഫീൽ ചെയ്തു. അങ്ങനെയാണ്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്, പിന്നെ മേക്കിംഗ് സൈഡാണ്. അത് ഒരു കംപ്ലയിൻസും എനിക്ക് പറയാനില്ല, അതിൽ ഒരു നെഗറ്റീവ്സും പറയാനില്ല. പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന നവാഗത ഡയറക്ടർ ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയതുകൊണ്ടാവാം. സ്ക്രിപ്റ്റിൽ ചെറിയ പാളിച്ചകളും കാര്യങ്ങളും വന്നുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ സിനിമ നമുക്ക് എൻഗേജിങ് ആയിട്ട് തോന്നാതെ. അതായത് നമുക്ക് ത്രില്ലർ ആണെങ്കിൽ ത്രില്ലർ, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, തീരുന്നു. ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞ കണക്ക് ഒരു ടെക്നിക്കൽ സൈഡ് കൊണ്ട് നല്ല രീതിയിൽ പോയ സിനിമയെ സെക്കൻഡ് ഹാഫിൽ ആ ത്രില്ലിങ് സീറ്റഡ്ജിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ നമുക്കൊരു ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എവിടെയോ കിട്ടുന്നില്ല. ആകെ കിട്ടിയത് എനിക്ക് ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ മേക്കിംഗ് സൈഡിലാണ്. അത് എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിരുന്നു. അപ്പം ഇതൊക്കെയാണ്. അപ്പം നമ്മളിപ്പം ഇപ്പം നിങ്ങൾക്ക് അതായത് സിനിമയുടെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ സിനിമയുടെ മേക്കിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേട്ട് നല്ല ഡോൾബി അറ്റ്മോസിൽ 360 ഡിഗ്രിയിൽ നല്ല രീതിയിൽ സൗണ്ടും അതിൻ്റെ ഓഡിയോഗ്രഫീസൊക്കെ എൻജോയ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ചിലപ്പോൾ അത് OTTയിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. പക്ഷേ നിങ്ങൾക്കിപ്പം മൊത്തത്തിൽ സിനിമാസ് എ ഹോൾ ഒരു സാധാരണക്കാരെന്ന രീതിയിൽ നമ്മൾ പൈസ കൊടുത്ത് പോകുമ്പോൾ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യാൻ സിനിമയ്ക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു പ്രാവിൻകൂട് ഷാപ്പ് ആസ് എ ഹോൾ. പക്ഷേ ബീയിങ് എ സിനിഫൈൽ ആൻഡ് ടെക്നിക്കലി ഇൻട്രസ്റ്റ് ഉള്ള ഒരാളെന്ന നിലയിൽ ഇറ്റ് വാസ് എ ഫുള്ളി സാറ്റിസ്ഫൈഡ് തിയേറ്റർ വാച്ച് ഫോർ മീ. ഓക്കെ.